ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ലോഗർ. എൻ്റെ പേര് സ്റ്റെഫി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സസൈസ് 7.1-ൻ്റെ 1 to 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തല്ലേ. നമ്മൾ ഇന്ന് 6ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഫൈൻഡ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽസ് ഇൻ എക്സസൈസസ് 6 to 20. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻ്റഗ്രൽസ് കാണണം. അപ്പോൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ്റഗ്രൽ 4 into e raised to 3x plus 1 into dx. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? നമുക്ക് സെപ്പറേറ്റ് ഇന്റഗ്രൽ കണ്ടിട്ട് ആഡ് ചെയ്യാം അല്ലേ. എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ് സെപ്പറേറ്റ് ഇന്റഗ്രൽ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൊടുത്താലോ. അപ്പോൾ നോക്കിക്കേ, അതായത് integral of 4 e raised to 3x dx plus integral of 1 അല്ലേ 1 dx. ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് നോക്കാം. ഇവിടെ 4 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 4നെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അതായത് 4 into integral of e raised to 3x dx plus integral of 1 dx. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഇ റേസ് ടു എക്സ് തന്നെ. അപ്പോൾ ഇ റേസ് ടു 3xൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഇ റേസ് ടു 3x തന്നെ. അപ്പോൾ 4 പുറത്തുണ്ട്. അപ്പം ഇ റേസ് ടു 3x തന്നെയാണ്. ഇ റേസ് ടു 3xൻ്റെ ഇൻ്റഗ്രൽ കഴിഞ്ഞോ? മാത്രമേ ഉള്ളോ? അല്ല, ഇവിടെ എക്സിൻ്റെ കൂടെ ഒരു 3 ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡിവൈഡ് ചെയ്യണം. അത് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ പ്ലസ് അടുത്ത ഇൻ്റഗ്രൽ എന്തായിരുന്നു? ഇൻ്റഗ്രൽ 1 dx ആണ്. എന്തായിരുന്നു ഇൻ്റഗ്രൽ 1 dx? എന്താണ് ഇൻ്റഗ്രൽ 1 dx? എക്സ് ആണ് അല്ലേ. ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുന്നത് എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റൻറ്റും കൂടി ഇവിടെ ആഡ് ചെയ്യണം. നമുക്ക് ഒന്നുകൂടെ ഇതിനൊന്ന് റീറൈറ്റ് ചെയ്താലോ. ഇഫ് 3നെ നമുക്ക് 4/3 എന്ന് എഴുതാം. ഇൻറ്റു ഇ റേസ് ടു 3x പ്ലസ് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത 7th ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1/x² dx. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയർ എന്ത് ചെയ്തേക്കുക? ബ്രാക്കറ്റിന്റെ പുറത്താണല്ലേ. അപ്പം നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ അകത്തോട്ടിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അതായത് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ, ഓക്കെ, മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1/x², എക്സ് സ്ക്വയർ ഇൻറ്റു 1/x². ഒന്ന് ബ്രാക്കറ്റിലിടാം. ഡി എക്സ് ഇന്റഗ്രൽ ഓഫ് എന്ത് വരും അകത്ത്? എക്സ് സ്ക്വയർ മൈനസ്, ഇവിടെ കണ്ടോ, എക്സ് സ്ക്വയർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറാ. ഈ എക്സ് സ്ക്വയർ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും അല്ലേ. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. ആൻസർ എന്ത് വരും? 1 വരും. അപ്പം എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് എന്ന് പറയും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഇന്റഗ്രൽ കണ്ടിട്ട് ആഡ് ചെയ്യാം. എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് അല്ലേ, ഇവിടെ മൈനസ് അല്ലേ. അപ്പം എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ്. ഇനി എക്സ് സ്ക്വയറിന്റെ എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 അല്ലേ. അപ്പൊ അതിവിടെ n എന്താണ്? 2 ആണല്ലേ. അപ്പം 2 ആണെങ്കിൽ എന്ത് വരും? എക്സ് റേസ് ടു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 അല്ലേ. മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് എക്സ് പവർ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 3/3 മൈനസ് എക്സ് പ്ലസ് സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ബൈ.